ഗുഡ്നസ് ടി വിയുടെ പ്രിയ പ്രേക്ഷകർക്ക് ഗാനവരദാനത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സഭയുടെ ആത്മീയ ശുശ്രൂഷകളിൽ ലോഗോസ് ധ്യാനങ്ങളിലൂടെ പുതിയ നിയമത്തെ അടിസ്ഥാനമാക്കി വചനപ്രഘോഷണം നടത്തുന്ന ആദരണീയനായ മൈക്കിൾ പനച്ചിക്കലച്ചനെ ഗാനവരദാനത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഗാനങ്ങൾ അവതരിപ്പിക്കുന്നതിനായി പയസ് സാറിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ, നമ്മളിന്ന് എടുത്തിരിക്കുന്ന ഗാനം അനാദികാലം മുൻപേ ദൈവം അനന്തമായി സ്നേഹിച്ചു. ഇത് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ 43-ാം അധ്യായം 1-ാം വാക്യമാണ്. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുൾ ചെയ്യുന്നു, നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. ആ പാട്ടിൻ്റെ പല്ലവിയിലും ഉള്ളതെന്ന് വെച്ചാൽ ഈ വചനത്തെ അടിസ്ഥാനമാക്കി വരുന്ന വരികളാണ്. അപ്പോൾ ആ വചനത്തിൻ്റെ ഒരാഴം നമുക്ക് ഈ ഗാനങ്ങളിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഇത്രയും ദൈവസ്നേഹത്തെക്കുറിച്ച് അച്ഛൻ എത്ര ആഴത്തിലാണ് ഞങ്ങളിലേക്ക് ഇത് പകർന്നു തരുന്നത്. അച്ഛൻ, നമ്മളിന്ന് എടുത്തിരിക്കുന്ന ഗാനം അനാദികാലം മുൻപേ ദൈവം അനന്തമായി സ്നേഹിച്ചു. ഈ പാട്ടിൻ്റെ പല്ലവി ഒന്ന് നമുക്ക് കേൾക്കാം. അനാദികാലം മുൻപേ ദൈവം അനന്തമായി സ്നേഹിച്ചു. പ്രപഞ്ചമുണരും മുമ്പേ നിനക്കു രൂപം കൈവന്നു, നിനക്കു പേരുമവൻ തന്നു. അനാദികാലം മുൻപേ ദൈവം അനന്തമായി സ്നേഹിച്ചു. ആ ദൈവസ്നേഹത്തിൻ്റെ ആഴമൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ? ദൈവത്തിൻ്റെ നിർവചനം ദൈവം സ്നേഹമാകുന്നു എന്നതാണ്. ദൈവം അനാദിയിലെ ഉള്ളവനാണ്, അനന്തമായി നിലനിൽക്കുന്നവനാണ്, ആദിയും അന്തവുമില്ലാത്തവനാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹവും അനാദിയിലെ ഉള്ളതാണ്, അനന്തമാണ്. അങ്ങനെയേ ദൈവത്തിന് സ്നേഹിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നൊരു ചോദ്യം, നമ്മളൊക്കെ അനാദിയിലെ ഉണ്ടായിരുന്നോ സ്നേഹിക്കാൻ? അതെ, തീർച്ചയായിട്ടും നമ്മളെല്ലാം ദൈവത്തിൻ്റെ ചിന്തയിൽ, ദൈവത്തിൻ്റെ മനസ്സിൽ, ദൈവത്തിൻ്റെ ഹൃദയത്തിൽ അനാദിയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്നവരെ സംബന്ധിച്ച് പറയാം, ഇപ്പോൾ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നു. പക്ഷേ ഇതിനു മുമ്പ് അമ്മയുടെ ഉദരത്തിലിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് അപ്പനിലും അമ്മയിലും നമ്മൾ നിഗൂഢമായി വസിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു, അല്ലേ? അപ്പം അങ്ങനെ അങ്ങ് പോകുമ്പോൾ ആരംഭത്തിൽ നമ്മളെല്ലാവരും ആദത്തിൽ വസിച്ചിരുന്നു. ആദത്തിൽ വസിക്കുന്നതിന് മുമ്പ് എവിടെയായിരുന്നു? ദൈവത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് എന്നും നമ്മളുണ്ടായിരുന്നു. അനാദിയിലെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ദൈവം സൃഷ്ടിച്ചതുകൊണ്ട് നമ്മളെ സ്നേഹിക്കുകയല്ല, സ്നേഹിച്ചതുകൊണ്ട് നമ്മളെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ആ വ്യത്യാസം. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, അനാദിയിൽ സ്നേഹിച്ചതുകൊണ്ട് സൃഷ്ടിച്ചു, അനന്തമായി അവിടെ നമ്മളെ സ്നേഹിക്കുന്നു. അനന്തമായ സ്നേഹത്തിൻ്റെ ഭാഗമാണ് രക്ഷാകര പ്രവൃത്തിയൊക്കെ. മനസ്സിലായോ? അങ്ങനെയാണ്. അപ്പോൾ അനാദികാലം മുമ്പേ ദൈവം അനന്തമായി സ്നേഹിച്ചു. പ്രപഞ്ചമുണരും മുമ്പേ നമുക്ക് രൂപം കൈവന്നു, നമുക്ക് പേരും അവൻ തന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അവിടുന്ന് സ്വന്തമാക്കിയെന്ന അർത്ഥം. ബന്ധു പറഞ്ഞല്ലോ, യെശയ്യാ പ്രവാചകനിലൂടെ സ്വന്തമാക്കിയെന്നുള്ളതാണ്. അപ്പം ദൈവത്തിൻ്റെ സ്വന്തമാണ് നമ്മൾ. സ്വന്തമായതിനാണ് പേര് കൊടുക്കുന്നത്, അല്ലേ? അപ്പം നമുക്ക് പേര് അവൻ തന്നു. പേര് തരുന്നത് ഒരുപക്ഷെ മാതാപിതാക്കന്മാരിലൂടെ ആയിരിക്കാം. എങ്കിൽ പോലും അത് ദൈവം തന്നതായിട്ടാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. നമുക്കറിയാം, സ്നാപയോഹന്നാൻ ജനിക്കുന്നതിന് മുമ്പേ പറഞ്ഞു അവന് യോഹന്നാൻ എന്ന് പേര് വിളിക്കണം. ഈശോ ഉണ്ടാകുന്നതിന് മുമ്പേ പറഞ്ഞു അവൻ്റെ പേര് ഈശോ എന്നാണ്. അപ്പം ഇങ്ങനെ ദൈവം മുകളിൽ നിന്ന് നിശ്ചയിച്ച് കൊടുക്കുന്ന പേരാണ്. അപ്പം നമുക്കൊക്കെ കിട്ടിയിരിക്കുന്ന പേരുകൾ
ദൈവം അംഗീകരിച്ച പേരാണ്. മാതാപിതാക്കന്മാരിട്ടെങ്കിലും ദൈവം നൽകിയ പേരായിട്ട് അതിനെ അംഗീകരിക്കുന്നു. ആ രീതിയിലാണ് ഉണ്ടായത്. ഇപ്പം ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച് പറയുമ്പോഴും ഇത് തന്നെ പറയാം. നീ സ്വതന്ത്ര മനസ്സോടെ നിനക്ക് ചേരുന്ന ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നു. തിരിച്ചും ദൈവം അനാദിയിലെ നിനക്ക് വേണ്ടി കരുതി വെച്ചവളെ നിനക്ക് ദൈവം തന്നു എന്ന് കരുതുന്നവരുണ്ട്. അതങ്ങനെ തന്നെയാണ്. പക്ഷെ നിൻ്റെ തിരഞ്ഞെടുപ്പിലൂടെയാണ് ദൈവം നിനക്കൊരു ജീവിത പങ്കാളിയെ തരുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾ രണ്ടുപേരും കൂടി ചെല്ലുമ്പോൾ അത് ആശീർവദിച്ച് ദൈവം ആ ബന്ധത്തെ ഉറപ്പിക്കുന്നു, ദൈവം യോജിപ്പിക്കുന്നു. അപ്പോൾ അവിടെ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം ഇല്ലാതെയാകുന്നില്ല. അതുപോലെ തന്നെയാണ് പേരിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാവുന്നത്. ചിലരൊക്കെ പറയും, എനിക്കായിട്ട് ദൈവം അനാദിയിൽ എവിടെയോ ഒരാളെ കരുതി വെച്ചിട്ടുണ്ട്, തപ്പിയിട്ട് ആളെയാണോ ഞാൻ തിരഞ്ഞെടുത്ത ആളെ തന്നെ ആണോ ആവോ, എനിക്ക് വേണ്ടി ദൈവം വെച്ചിരുന്നവനെ വല്ലവരും കൊണ്ടുപോയോ എന്നൊക്കെ ചിന്തിക്കുന്നവരും പറയുന്നവരുണ്ട്. അങ്ങനെയല്ല, നിൻ്റെ സ്വാതന്ത്ര്യത്തിൽ നിനക്ക് ചേരുന്ന ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം തിരിച്ചും. അപ്പോൾ ദൈവം അതിനെ അംഗീകരിച്ച് മുദ്രയിട്ട് ഉറപ്പിക്കുന്നു. അപ്പോൾ ദൈവം യോജിപ്പിച്ച ഒരു ബന്ധമായിത്തീരുന്നു. അപ്പം ദൈവം യോജിപ്പിച്ച സ്ഥിതിക്ക് പിന്നെ അതിനെക്കുറിച്ചൊരു വീണ്ടും വിചാരത്തിന് യാതൊരു അവകാശവും ഇല്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ദൈവം നമുക്ക് മാതാപിതാക്കന്മാരിലൂടെ പേര് തരുന്നു. ആ പേര് ചിലർക്ക് കിട്ടുന്ന പേര് ഇഷ്ടമാകുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. ഏതായാലും എനിക്ക് ഈ മൈക്കിൾ എന്ന പേര് വളരെ ഇഷ്ടമായി. ഇതൊരു ഇൻ്റർനാഷണൽ പേരാണ്, എവിടെ ചെന്നാലും. എനിക്ക് വയസ്സെന്ന പേരും ഒരു അപൂർവ പേരുകളാണ്. അതെ ഒന്നാണ്. പോവുക. അതെ, അങ്ങനെ നമുക്ക് കിട്ടുന്ന പേര് ദൈവം തന്ന പേരാണ്. അത് മാതാപിതാക്കന്മാർ വഴി തന്നു എന്നേ ഉള്ളൂ. ദൈവത്തിൻ്റെ സ്വന്തം എന്നാണ് അതിൻ്റെ അർത്ഥം. പേരിടുക എന്ന് പറഞ്ഞാൽ സ്വന്തത്തിനാണ് പേരിടുന്നത്. അപ്പം നിനക്ക് രൂപം കൈവന്നു, നിനക്ക് പേരും അവൻ തന്നു. രൂപം കൈവന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ നമുക്കൊരു യുണീക്കായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. എനിക്ക് എന്നെപ്പോലെ വേറൊരാളില്ല, ഉണ്ടാവുകയില്ല. ഈ കഴിഞ്ഞ ദിവസം വാർത്ത കണ്ടു, 800 കോടി ജനം ലോകത്തിൽ തികഞ്ഞു. 800 കോടി. ആ ഒരു കുട്ടി ജനിച്ചതോടുകൂടി 800 കോടി തികഞ്ഞെന്നാണ് പറയുന്നത്. ഒരു കൊച്ചു ജനിച്ചപ്പോൾ. പക്ഷേ ഈ 800 കോടി എന്ന് പറയുന്നത് ഒരാളെപ്പോലെ ഇരിക്കുന്ന വേറൊരാൾ ഇല്ല. അപ്പോൾ ഒരാളിങ്ങനെ അതിശയിച്ചുകൊണ്ട് പറഞ്ഞു, 800 കോടി ഒന്നിനെ പോലെ വേറൊന്നില്ലാതെ എന്തൊരു വൈവിധ്യത്തിലാണ്. അപ്പം ഞാൻ എൻ്റെ ചിന്ത വേറൊരു വഴിക്ക് പോയി. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, ഒരു പുരുഷൻ്റെ സാധ്യത എന്ന് പറയുന്നത് കോടിക്കണക്കിന് ബീജാണുക്കളെ വിസർജിക്കാനുള്ള സാധ്യതയാണ് ഉള്ളതൊരു ആരോഗ്യമുള്ളൊരു പുരുഷൻ. അപ്പോൾ ഈ കോടിക്കണക്കിന് ഒറ്റ പ്രാവശ്യം ഉണ്ടാകുമ്പോൾ ഈ കോടികൾ ഒന്നുപോലെ ഇരിക്കുന്ന വേറൊന്ന് ഇല്ല. ഇതിലേത് സ്പേം ഏത് ഓവിനെ ഫെർട്ടിലൈസ് ചെയ്താലും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി, എന്തുമാത്രം വൈവിധ്യത്തിൻ്റെ സാധ്യതകളാണ് കിടക്കുന്നതെന്ന്. അപാരമാണ്. അപ്പം ദൈവത്തിൻ്റെ അനന്തതയുടെ സാധ്യത അവിടെ കാണുക നമ്മൾ. അപ്പം എന്നെപ്പോലെ ഇരിക്കുന്ന വേറൊരാളില്ല, എൻ്റെ വ്യക്തിത്വം എൻ്റേതാണ്. അപ്പം അതുകൊണ്ട് നിന്നെ ഏതോ ഒരു പഴമൊഴി പറയുന്നുണ്ട്, നിന്നെ വാർത്ത അച്ഛ ഉടച്ച് കളഞ്ഞിച്ച് വേറൊരാളെ ദൈവം വേറൊരു അച്ഛനാണ് വാർത്തതെന്ന് തമാശ പറയുന്നുണ്ട്. കാരണം സ്റ്റാച്യൂസൊക്കെ പലപ്പോഴും ഒരച്ചിൽ ഓർക്കുമല്ലോ, അങ്ങനെയല്ലെന്നാ പറയും. അപ്പം അത്രമാത്രം നമ്മളെ വ്യക്തിപരമായിട്ട് സ്നേഹിക്കുന്നത് എൻ്റെ അർത്ഥം. യുണീക്കായിട്ട് കാണുന്നു, യുണീക്കായിട്ട് സ്നേഹിക്കുന്നു. നിന്നെപ്പോലെ വേറൊരാളില്ല. അപ്പം അങ്ങനെയെങ്കിൽ നിനക്ക് പകരം വേറൊരാൾ ഇല്ല. ശരിയല്ലേ? നിന്നെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത് നീ സഹകരിച്ച് നടപ്പാക്കാൻ ദൈവത്തിൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ അത് എന്നേക്കുമായിട്ട് നടപ്പാകാതെ പോകും എന്നുള്ളൊരു സത്യവും കൂടെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അതാണ് പല്ലവി പറയുന്നത്. അനാദികാലം മുമ്പേ ദൈവം അനന്തമായി സ്നേഹിച്ചു, പ്രപഞ്ചമുണരും മുമ്പേ നിനക്ക് രൂപം കരുതുന്നു, നിനക്ക് പേരും അവൻ തന്നു. അത്ര പ്രധാനപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്നൊരു തിരിച്ചറിവാണ് ഇതിന് മുന്നിൽ വേണ്ടത്. ഇനി നമുക്ക് അനുപല്ലവിയിലേക്ക് പോകാം അല്ലേ? മതവും ജാതിയുമേതായാലും ക്രിസ്തുവിലേവരും ഒരുപോലെ
മതവും ജാതിയുമേതായാലും ക്രിസ്തുവിലേവരും ഒരുപോലെ തിരുസന്നിധിയിൽ കീണു വിളിച്ചാൽ രക്ഷയവൻ തരും ഒരുപോലെ തിരുസന്നിധിയിൽ കീണു വിളിച്ചാൽ രക്ഷയവൻ തരും ഒരുപോലെ അനാദികാലം മുമ്പേ ദൈവം അനന്തമായി സ്നേഹിച്ചു. അനുപല്ലവിയിൽ കേട്ടത് മതവും ജാതിയും ഏതായാലും ക്രിസ്തുവിൽ എല്ലാവരും ഒരുപോലെ. അപ്പം യേശു എല്ലാവരുടെയും എല്ലാ മതസ്ഥരുടെയും ഏകരക്ഷകനാണോ? ക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ ഏകരക്ഷകനാണ്. ജാതി മത വർണ്ണ വർഗ ഭേദമന്യേ ഏതൊരു വ്യക്തിയും രക്ഷ പ്രാപിക്കുന്നത് ക്രിസ്തുവിലാകുമ്പോഴാണ്. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം കടന്നു പോകുന്നു. അപ്പോൾ ക്രിസ്തുവിലാവുക എന്നുള്ളതാണ് രക്ഷ. ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോഴാണ് ക്രിസ്തുവിൽ ആകുന്നത്. ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ക്രിസ്തുവിനെ വിളിച്ച് എന്നിലേക്ക് വരണമേ എന്ന് അപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ വിശ്വാസം ഏറ്റുപറയാണ്. അപ്പോൾ ഏത് മതവും ഏത് ജാതിയും ഏത് ഭാഷയും ഏത് വർഗവും വർണ്ണവും ഇവിടെ പ്രശ്നമല്ല. ആര് വിളിച്ചാലും അങ്ങനെ ഈശോ ആ വ്യക്തിയിലേക്ക് വരികയും ക്രിസ്തുവിലാകുകയും ചെയ്യും. ആ വ്യക്തി അപ്പോൾ രക്ഷയാകും. നമ്മൾ ഇങ്ങനെ ചിന്തിക്കും പലപ്പോഴും, ക്രിസ്ത്യാനികളുടെ രക്ഷകനല്ലേ ക്രിസ്തു? അങ്ങനെയല്ല. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്നാണ് സ്വർഗത്തിൽ നിന്ന് അറിയപ്പെടുന്നത്. ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും ചിന്തിക്കുന്നത് എങ്ങനെയാണ്, മറ്റ് മതത്തിൽപ്പെട്ടവർക്ക് ക്രിസ്തുവിനെ കൂടാതെ രക്ഷയില്ലേ, ആ മതം അനുസരിച്ച് ജീവിച്ചാൽ പോരെ, നന്മ ചെയ്താൽ പോരെ എന്നൊക്കെയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ രക്ഷ എന്താണെന്ന് അറിയണം. രക്ഷ എന്ന് പറഞ്ഞത് ക്രിസ്തുവിലാവുകയാണ്. ക്രിസ്തുവിലായി കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെ രക്ഷ അനുഭവിക്കുന്നു, ഒരുപോലെ സഹോദരി സഹോദരന്മാരുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നു. യേശു ദൈവത്തിൻ്റെ ഏകജാതനാണ്. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആ ക്രിസ്തുവിലാകുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളായിട്ട് അനുഭവം കിട്ടുകയാണ്. അല്ലാത്തവരും മക്കൾ തന്നെയാണ്, പക്ഷെ അവർക്ക് ദൈവത്തിൻ്റെ മകനാണ് മകളാണെന്നുള്ള അനുഭവം ഉണ്ടാവണമെന്ന് ഇല്ല. ക്രിസ്തുവിലാകുന്നവർക്കെല്ലാം ഞാൻ ദൈവത്തിൻ്റെ ഒരു മകനാണ് ഒരു മകളാണെന്ന അവബോധവും അനുഭവം ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ മറ്റൊരാളെക്കുറിച്ച് ഇങ്ങനെയൊരു അവബോധം ഉണ്ടാകും, എൻ്റെ സഹോദരനാണ് സഹോദരിയാണെന്നുള്ള അനുഭവം ഉണ്ടാകും. അപ്പോൾ ഒരു വിശ്വസാഹോദര്യത്തിലേക്ക് മനുഷ്യൻ വളരുന്നത് ക്രിസ്തുവിലാകുമ്പോഴാണ്. ക്രിസ്തുവിലാകുമ്പോൾ ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കും. ത്രിത്വൈക ദൈവം നമ്മളിൽ വസിക്കുന്ന അനുഭവം നമുക്കുണ്ടാകും. അതാണ് ഈ മതവും ജാതിയും ഏതായാലും ക്രിസ്തുവിൽ ഏവരും ഒരുപോലെ. ഞാൻ ആദ്യം എഴുതിയത് ക്രിസ്തുവിലായാൽ ഒരുപോലെ എന്നൊക്കെയാണ്. പിന്നെ രണ്ടാമത് വായിച്ചു വന്നപ്പം ചെറിയൊരു വ്യക്തതയ്ക്ക് വേണ്ടി ക്രിസ്തുവിലേവരും ഒരുപോലെ. ചിലർ ഇത് മനസ്സിലാക്കാതെ ക്രിസ്തുവിന് ഏവരും ഒരുപോലെ. അത് ശരിയാണ്, ക്രിസ്തുവിന് എല്ലാവരും ഒരുപോലെയാണ്. പക്ഷേ ക്രിസ്തുവിലായവർക്ക് ക്രിസ്തു അനുഭവം ഉണ്ടാകുന്ന പോലെ അല്ല ക്രിസ്തുവിലാകാത്തവർക്ക് ഉണ്ടാകും. അതെ അതെ, അതാണ് ആ വ്യത്യാസം. നമുക്ക് ക്രിസ്തുവിലാകുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു അനുഭവം ഉണ്ടല്ലോ, ആ അനുഭവം ഉണ്ടാകണമെങ്കിൽ ക്രിസ്തുവിലാവുക തന്നെ വേണം. അത് തിരിച്ചറിയേണ്ടതുണ്ട്. തിരുസന്നിധിയിൽ കേണ് വിളിച്ചാൽ രക്ഷ അവൻ തരും ഒരുപോലെ. അതായത് വിശ്വാസമാണല്ലോ നമ്മളെ ക്രിസ്തുവിലേക്ക് അനയിക്കുന്നത്. അപ്പം വിശ്വാസത്തെ ആവിഷ്കരിക്കണം. നീ ഹൃദയത്തിൽ വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം. അപ്പോൾ ഈ ഏറ്റുപറയുക എന്ന് പറയുന്നത് വിശ്വാസത്തെ ആവിഷ്കരിക്കല, വിശ്വാസത്തെ പ്രകാശിപ്പിക്കല, പ്രകടിപ്പിക്കലാണ്. അങ്ങനെ വിശ്വാസത്തെ ആവിഷ്കരിച്ചില്ലെങ്കിൽ, പ്രകടമാക്കിയില്ലെങ്കിൽ വിശ്വാസം നിർജീവമായിരിക്കും. അതാണ് യാക്കോബിലെ പറയുന്നത്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ് എന്ന് പറയാൻ കാരണം. കുറഞ്ഞ പക്ഷം നീ അധരം കൊണ്ടൊന്ന് ഏറ്റുപറയെങ്കിലും ചെയ്യണം, ഈശോയെ നീയാണ് എൻ്റെ രക്ഷകൻ
നീയാണ് എൻ്റെ ദൈവം, എന്നിലേക്ക് എഴുന്നള്ളി വരണമേ, നിൻ്റെ ആത്മാവിനെ എന്നിലേക്ക് അയക്കണമേ. ആ വിശ്വാസം ഏറ്റുപറയുന്ന എല്ലാവരിലേക്കും ഒരുപോലെ, ആരാണെന്ന് നോക്കുന്നില്ല. പാവിയാണെങ്കിലും മറ്റു മതത്തിലുള്ളവരാണെങ്കിലും മറ്റു ദൈവങ്ങളെ വിശ്വസിക്കുന്നവരാണെങ്കിലും ഒക്കെ യേശുവിനെ രക്ഷകനായിട്ട് ഏറ്റുപറഞ്ഞാൽ യേശുവിൻ്റെ ആത്മാവ് വരും, ത്രിത്വയ ദൈവം വന്ന് ആ വ്യക്തിയുടെ അന്തരാത്മാവിൽ അല്ലെങ്കിൽ ആന്തരിക മനുഷ്യനിൽ വസിക്കുന്ന അനുഭവം ഉണ്ടാകും. പിന്നീട് ആ അനുഭവം പൂർണ്ണമാണെങ്കിൽ ഈശോ പറഞ്ഞതുപോലെ നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുക, വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനപ്പെടുത്തി സഭയോട് ചേർക്കുക. അപ്പോൾ രക്ഷ പൂർണ്ണമാകുന്നത് സഭയിൽ വരുമ്പോഴാണ്. അപ്പോൾ രക്ഷയുടെ വഴിയിലാണ്. ഇപ്പം ഒരു വ്യക്തി, മാനസാന്തരപ്പെട്ട ഒരു വ്യക്തി രക്ഷയുടെ വഴിയിലാണ്. ഞാനാണ് വഴി എന്ന് ഈശോ പറഞ്ഞല്ലേ. ആ രക്ഷയുടെ വഴി എന്ന് പറയുന്നത് സഭയാണ്. സഭയിലായിരുന്നുകൊണ്ടാണ് ഒരു വ്യക്തി ഊർജം സ്വീകരിക്കുന്നത്. അമ്മയുടെ ഉദരത്തിലിരിക്കുന്ന ഒരു കുഞ്ഞ് എങ്ങനെ അമ്മയോടുള്ള നാഭീനാള ബന്ധത്തിലൂടെ അമ്മയുടെ ജീവനിലും അമ്മയുടെ ഊർജത്തിലും എല്ലാം പങ്കുചേരുന്നു, അതുപോലെയാണ് സഭയിലിരുന്നുകൊണ്ട് സഭയുടെ കൂദാശാ ജീവിതത്തിലൂടെ, സഭയുടെ ആരാധനാക്രമ പങ്കാളിത്തത്തിലൂടെ, അങ്ങനെയൊക്കെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിലൂടെ എല്ലാം സഭയാകുന്ന അമ്മയിൽ നിന്നാണ് ഊർജം സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് പണ്ട് വളരെ ഉറപ്പിച്ച് പറഞ്ഞിരുന്നത് സഭയെ കൂടാതെ രക്ഷ ഇല്ല. ശരിക്കും അത് സത്യമാണ്. കാരണം സുവിശേഷം ലോകത്തിന് നൽകുന്നത് സഭയാണ്. സഭ നൽകിയ സുവിശേഷമാണ് ലോകത്തിന് കിട്ടുന്നത്. ആ സുവിശേഷം വ്യാഖ്യാനിക്കാനുള്ള അധികാരവും സഭയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സുവിശേഷം പ്രസംഗിക്കാതെ ആർക്കും മാനസാന്തരം ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ സുവിശേഷം ജീവിക്കുന്നവരുടെ സമ്പർക്കത്തിലൂടെ. അങ്ങനെ ആ മാനസാന്തരത്തിലൂടെ ഒരു വ്യക്തി സഭയാകുന്ന അമ്മയുടെ ഉദരത്തിലേക്ക് എടുത്തു വയ്ക്കപ്പെടുന്നു മാമോദിസ വഴി. പിന്നെ അങ്ങോട്ടുള്ള ജീവിതം സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിയോടി നിൽക്കുന്ന സഭയിലൂടെയാണ്. അത് നാം മറക്കരുത്. ഞാൻ ഓർക്കുന്നുണ്ട്, പോട്ട ഡിവൈൻ ശുശ്രൂഷയുടെയൊക്കെ ആരംഭകാലം മുതൽ അവിടെ ഉണ്ടായിരുന്ന ഒരാളെന്നുള്ള രീതിയിൽ ആദ്യമൊക്കെ മാനസാന്തരപ്പെട്ട് സഭാജീവിതത്തിലേക്ക് കടന്നു വന്നവർ മാനസാന്തരപ്പെട്ടെങ്കിലും മാമോദിസ സ്വീകരിക്കാൻ സാധിക്കാത്തൊരു കാലം ഉണ്ടായിരുന്നു. അവരുടെ വിശ്വാസം നിറയ്ക്കുന്നതിന് വേണ്ടിയൊക്കെ അവരെ ഇങ്ങനെ പരിപാലിച്ച കാലം. അന്ന് അവർ കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു, പ്രാർത്ഥനയിൽ പങ്കെടുക്കുമായിരുന്നു. എങ്കിലും കുർബാന സ്വീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് അവരൊക്കെ ഒരുപാട് ദുഃഖിച്ച് വേദനിച്ചൊക്കെ കൊതിയോടെ കാത്തു നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നോക്കി നിൽക്കുന്നത്, വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റുന്നില്ല, കുമ്പസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ കുദാശാ ജീവിതത്തിലൂടെയാണ് സഭയോട് ഗാഢമായൊരു ബന്ധത്തിലേക്ക് വരുന്നത്, സഭയുടെ ജീവനിൽ പങ്കുചേരുന്നത്. അതാണ്. വ്യക്തമാണോ? നമുക്കിൻ്റെ ചരണം ഒന്ന് കേൾക്കാം. കുരിശു ചുമക്കുന്നവരുടെ കൂടെ ക്രിസ്തുവുമുണ്ടാമൊരുപോലെ. കുരിശു ചുമക്കുന്നവരുടെ കൂടെ ക്രിസ്തുവുമുണ്ടാമൊരുപോലെ. അനുതാപത്താലുരുകുന്നവരുടെ ഹൃദയം അവനുഗ്രഹം പോലെ. അനുതാപത്താലുരുകുന്നവരുടെ ഹൃദയം അവനുഗ്രഹം പോലെ. അനാദികാലം മുമ്പേ ദൈവം അനന്തമായി സ്നേഹിച്ചു. പ്രപഞ്ചമുണരും മുമ്പേ നിനക്കു രൂപം കൈവന്നു. നിനക്കു പേരുമവൻ തന്നു. അനാദികാലം മുമ്പേ ദൈവം അനന്തമായി സ്നേഹിച്ചു. അച്ഛാ, ചരണത്തിൽ കുരിശ് ചുമക്കുന്നവരുടെ കൂടെ യേശു ഉണ്ടെന്നൊരു ഉറപ്പ് ആ വരികളിലുണ്ട്. അപ്പം അച്ഛനൊന്ന് വ്യക്തമാക്കി തരാമോ? ഈശോ തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരണം. ഇവിടെ ഒരു കാര്യമുള്ളൂ, കുരിശ് എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ കുരിശാണ് ഉദ്ദേശിക്കുന്നത്. യേശുവിൻ്റെ കുരിശെന്ന് പറഞ്ഞാൽ 3 കുരിശുകൾ യേശുവിൻ്റെ അപ്പുറത്തോ 2 യേശുവിൻ്റെ. ആ 3 കുരിശും യേശുവിൻ്റെ കുരിശല്ലല്ലോ.
ഒരു പരാതിയും പരിഭവം കൂടാതെ എടുത്ത കുരിശ്. മനുഷ്യനെ വീണ്ടെടുക്കാനും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാനും വേണ്ടിയിട്ട് സഹനത്തെ സ്വീകരിച്ച കുരിശ് യേശുവിൻ്റെയാണ്. പരാതിയും പരിഭവമായിട്ട് ചപിച്ചും നേർന്നും കഷ്ടപ്പാടുകൾ സഹിക്കുന്നവരുണ്ട്. അത് യേശുവിൻ്റെ കുരിശല്ല. അപ്പോൾ യേശുവിൻ്റെ സഹനത്തിൽ പങ്കുചേരുന്നവർക്ക് യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. കാരണം യേശു എവിടെയാണോ അവിടെയാണ് അവരും. എൻ്റെ ലോജിക്ക് മനസ്സിലായോ? യേശു എവിടെയാണോ അവിടെയാണ് ഇവരും. അപ്പോൾ പിന്നെ യേശുവിനോടൊപ്പമാണ്. യേശു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, എൻ്റെ ഒപ്പം വരാൻ ആഗ്രഹിക്കുന്നവർ, എൻ്റെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. അപ്പം സഹനം എന്ന് പറയുന്നത് എപ്പോഴാണ് ക്ലേശങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും സഹനമാകുന്നതെന്ന് ചോദിച്ചാൽ, പരാതിയും പരിഭവമില്ലാതെ ആരെയും കുറ്റപ്പെടുത്താതെ അതിനെ ദൈവകരങ്ങളിൽ എന്ന പോലെ സ്വീകരിക്കുമ്പോഴാണ് യേശുവിൻ്റെ ഒപ്പമായിത്തീരുന്നത് നമ്മൾ. അല്ലെങ്കിൽ യേശുവിൻ്റെ ഒപ്പമാകില്ല. അതാണ് എല്ലാ കുരിശും ശാപമായിരുന്നു, യേശുവിൻ്റെ കുരിശ് മാത്രം അനുഗ്രഹമാണെന്ന് പറയാൻ കാരണം. മറ്റ് സകല ആളുകളുടെയും കുരിശ് അല്ലെങ്കിൽ കുരിശിൽ മരിച്ചവരെല്ലാം ശപിച്ചുകൊണ്ടാണ് മരിച്ചത്. പക്ഷേ യേശു മാത്രമേ അനുഗ്രഹിച്ചുകൊണ്ട് മരിച്ചുള്ളൂ. അതാണ് ആ വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് ശപിച്ചുകൊണ്ടും പ്രായിക്കൊണ്ടും വെറുത്തുകൊണ്ടും വൈരാഗ്യബുദ്ധിയോടെയും കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും സഹിക്കുന്നവരുണ്ട്. അവിടെയൊന്നും യേശുവില്ല. അത് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ യേശുവിൻ്റെ കുരിശിൽ പങ്കുചേരുന്നവർ, സഹനത്തിൽ പങ്കുചേരുന്നവർ അവിടുത്തെ മഹത്വത്തിലും പങ്കുചേരുന്ന ഉറപ്പാണ്. അവിടെയാണ് കുരിശില്ലാതെ കിരീടമില്ല, സഹനമില്ലാതെ അല്ലെങ്കിൽ പീഡാസഹനമില്ലാതെ ഉയർത്തെഴുന്നേൽപ്പ് ഇല്ല എന്നെല്ലാം പറയാൻ കാരണം അതാണ്. നമ്മളുടെ ബാഹ്യ മനുഷ്യൻ ക്ഷയിക്കുമ്പോഴാണ് ആന്തരിക മനുഷ്യൻ തേജോരൂപം പ്രാപിച്ച് ഉയർത്തെഴുന്നേൽക്കാൻ പാകമാകുന്നത്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട് എന്നോർക്കുക. ജീസസ് യൂത്തിൻ്റെ പല പ്രോഗ്രാമിലും ഞങ്ങൾ ഈ പാട്ട് പാടിയിട്ടുണ്ട്. ഉണ്ടോ? ദൈവസ്നേഹത്തിൻ്റെ ആ ഒരു ആഴം വർണ്ണിക്കുന്ന മനോഹരമായ പാട്ട്. അത് പാടുന്ന അവസരത്തിലൊക്കെ നല്ലൊരു ഫീലാണ് എപ്പോഴും ഉണ്ടായിട്ടുണ്ടാവും. നല്ല പാട്ടാണ്. ഇത് എന്നാണ് എത്ര വർഷമായിട്ടുണ്ട് ഈ പാട്ട്? ഇത് 90കളിൽ എഴുതിയ പാട്ട്. ഇന്ന് നമുക്ക് അച്ഛനിലൂടെ ലഭിച്ച സന്ദേശം, ദൈവം നമ്മളെ എത്ര ആഴമായാണ് സ്നേഹിക്കുന്നത്. ദൈവത്തിൻ്റെ മനസ്സിലും ചിന്തകളിലും ഓർത്തിരിക്കാൻ മാത്രം നമുക്കെന്ത് യോഗ്യതയാണുള്ളത്. എങ്കിലും അവിടുന്ന് നമുക്ക് ഇത്രയും പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്നു. ഈ വലിയ സ്നേഹത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഒപ്പം യേശുവിൻ്റെ സഹനത്തിൽ പങ്കുചേർന്ന് നമുക്കും യേശുവിനോടുകൂടി ജീവിക്കാം. ആ ആനന്ദവും സൗഭാഗ്യവും നമുക്ക് അനുഭവിക്കാം. ഈ സന്ദേശം ഞങ്ങൾക്ക് നൽകിയ അച്ഛന് നന്ദി. ഗാനങ്ങൾ അവതരിപ്പിച്ച പയസാറിനും നന്ദി. ഗാനവരദാനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു ഗാനത്തിൻ്റെ വിശേഷമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.